മിശിഹായിൽ ഏറ്റവും വാത്സല്യമുള്ളവരെ, എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുതുവർഷത്തിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ഒരു വർഷം ദൈവം നമുക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം 2026 സമുദായ വർഷമാണെന്ന് ഇതിനകം തന്നെ എല്ലാവരും അറിഞ്ഞല്ലോ. സീറോ മലബാർ സമുദായത്തിൻ്റെ വളർച്ചയും മുന്നോട്ടുള്ള യാത്രയും എല്ലാം ചരിത്രപരമായി വിശകലനം ചെയ്യാനും ഭാവി പരിപാടികൾ ക്രമീകരിക്കുന്നതിനുമാണ് ഒരു വർഷം നാം പ്രഖ്യാപിച്ചിട്ടുള്ളത്. തോമാസ് ലീഹ ഈ ഭാരതത്തിൽ എത്തി നമുക്ക് വിശ്വാസം പകർന്നു തന്നു. 2000 വർഷത്തെ ഈ തീർത്ഥയാത്രയിൽ ദൈവം നമ്മെ കൈപിടിച്ച് നടത്തിയ, അത്ഭുതകരമായി നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നിമിഷങ്ങളെ നാം കൃതജ്ഞതയോടുകൂടി ഓർക്കുന്നതിനും ധ്യാനിക്കുന്നതിനുമാണ്. നിരവധി ശ്രേഷ്ഠന്മാരുടെ ആത്മസമർപ്പണമാണ്, ആത്മായ പ്രേക്ഷിതരുടെ വലിയ സമർപ്പണമാണ് ഇന്ന് നമുക്കുള്ള നമ്മുടെ പ്രിയപ്പെട്ട സീറോ മലബാർ സഭ. നമ്മുടെ സഭ സമുദായം ഈ കാലഘട്ടങ്ങളിൽ നിരവധി വെല്ലുവിളികളും നേരിടുന്നുണ്ട്. ഇപ്പോഴല്ല, എപ്പോഴും നാം വെല്ലുവിളികൾ നേരിടും. എന്നാൽ വെല്ലുവിളികളെ പഴയ കാലഘട്ടങ്ങളിൽ നേരിട്ടത് ഒരു ഹൃദയം, ഒരു ആത്മാവുമായിട്ടായിരുന്നു, ഒറ്റ മനസ്സോടെയാണ്. ഈ അവസരത്തിൽ ഈ സമുദായ വർഷം ആചരിക്കുമ്പോൾ ഇതേ മനസ്സോടുകൂടി നമുക്ക് ഈ ഒരു വർഷം ആചരിക്കാം. നമുക്കൊരു ഹൃദയവും ഒരാത്മാവുമായി തീരണം, ഒരേ മനസ്സുള്ളവർ, ഒരേ താല്പര്യമുള്ളവർ. സമുദായ വർഷത്തിൻ്റെ ഉദ്ഘാടനം 2-ാം തീയതി കൂടരഞ്ഞിയിൽ വൈകുന്നേരം 5 മണിക്കാണ്. എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. നമ്മുടെ കൂട്ടായ്മയുടെ അടയാളമായിട്ട് കഴിയുന്ന എല്ലാവരും 2026 ജനുവരി 2-ാം തീയതി വൈകുന്നേരം 4 മണിയോടുകൂടെ കൂടരഞ്ഞിയിൽ എത്തിച്ചേരണമെന്ന് സ്നേഹത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരെയും അവിടെ കാണാമെന്ന പ്രതീക്ഷയോടെ ഒരിക്കൽ കൂടി ആശംസകളും പ്രാർത്ഥനകളും. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.